കുരങ്ങുന്നാണ് മനുഷ്യരുണ്ടായതെന്ന് പറയുന്നവരുണ്ട്, അല്ല എന്ന് പറയുന്നവരുണ്ട്. സംഗതി അങ്ങനെയൊന്നും അല്ല. തെളിവ് നമ്മുടെ അടുത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതൊന്ന് കാണി. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. അതെ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ഇപ്പോഴും കുരങ്ങുകളുള്ളത്? അപ്പോൾ ആ കുരങ്ങെല്ലാം മനുഷ്യനാകണ്ടേ? നമുക്ക് അല്ല, അങ്ങനെയല്ലല്ലോ. ആണല്ലോ. കാര്യം നിങ്ങൾ പറയുന്നു കുരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായതെന്ന്. അതെ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴും കുരങ്ങ് എക്സിസ്റ്റ് ചെയ്യുന്നു? സർ, ഓരോ വിഭാഗത്തിനും അതിൻ്റെതായ രൂപമാറ്റം സംഭവിച്ചു വരുന്നതാണ്. രൂപമാറ്റം സംഭവിച്ചപ്പോൾ എല്ലാ കുരങ്ങുകളും രൂപം മാറി മനുഷ്യനായല്ലോ. ആയി. കുരങ്ങൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊരു ജീവി വർഗം തന്നെയാണ്. അത് മാറിയില്ലേ മനുഷ്യനായത്? നമുക്ക് മനുഷ്യന് ചേഞ്ചസ് ഇപ്പൊ സംഭവിക്കുന്നില്ലേ? നമ്മൾ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരും. കുരങ്ങ് മാറി മനുഷ്യൻ, കുരങ്ങിൽ നിന്നാണോ മനുഷ്യനുണ്ടായത്? ആണ് എങ്കിൽ എന്തെങ്കിലും കുരങ്ങ് പിണങ്ങി മാറിയെന്നാണ് ഞങ്ങൾ ആകുന്നില്ല. ഇപ്പോഴും എന്താ കുരങ്ങനാണോ നിങ്ങൾ ആലോചിക്കുന്നത്? അവർ പിണങ്ങി പോയെന്നാണ്. കണ്ടില്ലല്ലോ മനുഷ്യനാ വയ്യാന്ന്. നമുക്ക് അത് എത്രയോ വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന അതെ, അത്രയും വർഷം കൊണ്ട് ഇപ്പോഴും പിന്നെ എങ്ങനെ കുരങ്ങ് എക്സിസ്റ്റ് ചെയ്യുന്നു? ആര് പറഞ്ഞു ഇപ്പൊ അങ്ങനെ ആവുന്നില്ല? കുരങ്ങുന്നാണ് മനുഷ്യനുണ്ടായത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ആ ചാട്ടൊക്കെ കണ്ടില്ല നിങ്ങള്? ഇതിനേക്കാൾ വലിയ ഉദാഹരണം എന്താ വേണ്ടി കുരങ്ങുന്ന മനുഷ്യരുണ്ടായത് എന്നുള്ള കണ്ടില്ല നിങ്ങള്? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമൊക്കെ മാറ്റി നിർത്താം, വേറെ ഒരു തെളിവും വേണ്ട, ഇത് മാത്രം മതി. ഇപ്പൊ ആർക്കും സംശയമില്ലല്ലോ, ഇതിനേക്കാൾ വലിയ ഉദാഹരണം ഇനി വേറെ ഒന്നുമില്ല. വല്ലാത്ത ജാതി ചാട്ടല്ലേ.